നമ്മുടെ രണ്ടാമത്തെ സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ലോജിക്കൽ റീസണിങ്ങിന്റെ. സോ ഫസ്റ്റ് സെഷൻ നമ്മൾ കഴിഞ്ഞു. അതിൽ ബേസിക്കലി ആർഗ്യുമെന്റ് സ്ട്രക്ചറിങ്ങും അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സിനെ പറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു പാരലൽ റീഡിംഗ് നിങ്ങൾ ഇതിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവണം. സോ ഈസ് ദെയർ എനി ഡൗട്ട്? എന്തെങ്കിലും സംശയങ്ങൾ നിലവിൽ നിങ്ങൾക്ക് ഉണ്ടോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട്, ആർഗ്യുമെന്റ് സ്ട്രക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ്? As I said earlier, ഈ പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ടഫർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ പാരലൽ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഡിഫിക്കൽട്ടി ലെവൽ ഇവിടെ തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വായിച്ചു നോക്കിയതിന് ശേഷം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഫീൽ ചെയ്തെങ്കിൽ പറയൂ. ഓക്കെ, സോ ഡൗട്ട്സ് ഒന്നുമില്ല, ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർഗ്യുമെന്റ്സിന്റെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ലൈക്ക് സിലോജിസത്തിനകത്ത് ആർഗ്യുമെന്റ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയായിരിക്കണം ഒരു സിലോജിസം സോൾവ് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസിലേക്ക് കടക്കുന്നേ ഇല്ല. അതിനുള്ള മേജർ റീസൺ ഇതാണ്, നമ്മൾ പ്രോബ്ലംസ് സിലോജിസത്തിന്റെ ഓൾറെഡി സോൾവ് ചെയ്തതാണ്. ഓക്കെ, ഇനിയും ആ സെഷൻ കിട്ടാത്തവർക്കായിട്ട് അഡീഷണൽ സെഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതുകൂടാതെ ഇന്നത്തെ ഇന്ന് നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ സിലോജിസത്തിന്റെ വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സിലോജിസം സോൾവ് ചെയ്ത മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒന്നും കൂടി ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. സോ ദാറ്റ് സിലോജിസം സോൾവ് ചെയ്യേണ്ടത് നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇവിടെ പ്രോപ്പർ വേയിൽ എങ്ങനെയായിരിക്കണം ഒരു സിലോജിസം സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലോജിസത്തിന്റെ ഓരോ ടേമും തിയറിറ്റിക്കലി കഴിഞ്ഞ വർഷം തൊട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ ഏരിയാസ് എല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സിലോജിസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആർഗ്യുമെന്റ്സിന്റെ എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റൈറ്റ്, എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കൺഫ്യൂഷൻസോ വന്നു കഴിഞ്ഞാൽ പ്ലീസ് ഫീൽ ഫ്രീ ടു സ്റ്റോപ്പ് മീ. ചോദിക്കുക. കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ മുന്നോട്ട് പോകും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഇന്ത്യൻ ലോജിക്. ആർഗ്യുമെന്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ലോജിക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഇന്നത്തെ സെഷനിലായിരിക്കില്ല. ദാറ്റ് വിൽ ബി ഓൺ അവർ ലാസ്റ്റ് ലെക്ചർ ഡേ ആഫ്റ്റർ ടുമോറോ ആണ്. അതിൽ നമ്മൾ ഇന്ത്യൻ ലോജിക്കിനെ പറ്റി ആയിരിക്കും ഡീറ്റെയിൽ ചെയ്യുന്നത്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യുന്നു. 3 തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് നമ്മൾ കണ്ടു. ഒന്നാമത്തെ ടൈപ്പ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്, രണ്ടാമതായിട്ട് ഇൻഡക്റ്റീവ്, മൂന്നാമതായിട്ട് അബ്ഡക്റ്റീവ്. ഇങ്ങനെയുള്ള 3 രീതിയിലാണ് ആർഗ്യുമെന്റ്സ് ഉള്ളത്. നമ്മളോട് എന്താണ് ഡിഡക്റ്റീവ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് ആർഗ്യുമെന്റ് ഏരിയയിൽ നിന്നും ഇതൊരു ക്ലിയർ ഏരിയയാണ്. യു വിൽ ഗെറ്റ് 1 to 2 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ, ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. സോ എന്തായിരുന്നു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഡിഡക്റ്റീവ്, ഓക്കെ, സോ ദി ആർഗ്യുമെന്റ് വേർ ദി കൺക്ലൂഷൻ ഫോളോസ് വാലിഡിറ്റി ഓഫ് ദി പ്രെമിസസ്. പ്രെമിസസിൽ നമ്മൾക്കൊരു ബ്രോഡ് വ്യൂ നമുക്ക് തരുന്നു. അതിൽ നിന്നും ഒരു നാരോ ആസ്പെക്റ്റിനെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രെമിസസ് ബ്രോഡ് വ്യൂ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് മീ ഗിവ് യു വൺ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ബിക്കോസ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ്. സോ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഓൾ മെൻ ആർ മോർട്ടൽ. ഓൾ, അവിടെ ഒരു ഓൾ യൂസ് ചെയ്യുന്നത് വഴി ഉദ്ദേശിക്കുന്നത് എവരി വൺ, ഒരു ഗ്ലോബൽ പോയിന്റ് ഓഫ് വ്യൂ, ഒരു എന്താ പറയാ ബ്രോഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ആ ഓൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് തരുന്നത്. ദെൻ സോക്രട്ടീസ് ഈസ് എ മാൻ. സോക്രട്ടീസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്. സോ അതിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ബ്രോഡ് സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് 2 പ്രെമിസസും പറയുന്നത് ബ്രോഡ് ആയിട്ടുള്ള ഒരു ജനറലൈസേഷൻ ആണ്. ആ ജനറലൈസേഷനിൽ നിന്നും നമുക്ക് ലാസ്റ്റ് ഒരു എൻഡ് പോയിന്റിൽ, ഒരു സ്പെസിഫിക് എൻഡിൽ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ
രണ്ട് ബ്രോഡ് സ്റ്റേറ്റ്മെന്റ്, രണ്ട് പ്രെമിസസ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രെമിസ് പറയുന്നത് ഓൾ മെൻ ആർ മോർട്ടൽ. യാ റൈറ്റ്, എല്ലാ മെന്നും മോർട്ടൽ ആണ്. ദെൻ സോക്രട്ടീസ് ഇസ് എ മാൻ. സോക്രട്ടീസ് മാൻ ആണെങ്കിൽ സോക്രട്ടീസും മോർട്ടൽ ആണെന്നാണ് നമുക്ക് അവിടെ നിന്നും ഡിറൈവ് ചെയ്യാവുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഒരു ജനറലൈസേഷൻ, ആ ജനറലൈസേഷനിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. രണ്ട് പ്രെമിസസ് എന്ന് പറയുന്നത് ഒന്ന് ഓൾ മെൻ ആർ മോർട്ടൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രെമിസ്, റൈറ്റ്? അതിനുശേഷം ദർ ഇസ് അനദർ പ്രെമിസ്, സോക്രട്ടീസ് ഇസ് എ മാൻ. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രെമിസ് ആണ്. ഓക്കെ, ഗീവ് എ ഗ്യാരണ്ടി ടു ദി ട്രൂത്ത് ഓഫ് ദി കൺക്ലൂഷൻ. ഒരു ഗ്യാരണ്ടി തരുവാണ്. രണ്ട് പ്രെമിസസും നമുക്ക് തരുന്നത് ഒരു വാലിഡിറ്റിയാണ്. ഓക്കെ, ഒരു ഗ്യാരണ്ടി തരുന്നു, ഒരു ജനറലൈസേഷൻ തരുന്നു. ആ ഗ്യാരണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കണം. കൺക്ലൂഷൻ എന്ന് പറയുന്നത് സോക്രട്ടീസ് ഈസ് മോർട്ടൽ. സോക്രട്ടീസ് മോർട്ടൽ ആണ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ, ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് കൺക്ലൂഷൻ ഫോളോസ് ദി വാലിഡിറ്റി അക്കോർഡിംഗ് ടു പ്രെമിസസ്. പ്രെമിസസിന്റെ വാലിഡിറ്റി എങ്ങനെയാണോ അതനുസരിച്ച് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രെമിസസിന്റെ വാലിഡിറ്റി ക്യാൻ ബി ചെക്ഡ്, അല്ലെങ്കിൽ പ്രെമിസസിന്റെ വാലിഡിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് ഇനി വന്ന് നോക്കാം. ഡെഫിനിഷൻ പറയുന്നത് an argument where the conclusion follows validity from the premises. റൈറ്റ്? ഇവിടെ നമ്മൾ പറഞ്ഞതാണ് പ്രെമിസസ് രണ്ടെണ്ണം. ആ പ്രെമിസസിൽ നിന്നും ഡയറക്ട്ലി കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അതിന്റെ വാലിഡിറ്റി കൺക്ലൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, an argument where the truth of premises guarantees the truth of conclusion. ആ പ്രെമിസസിൽ പറഞ്ഞിരിക്കുന്ന ട്രൂത്ത്, ആ പ്രെമിസസിൽ പറയുന്ന കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഷനിൽ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റിലേക്കാണ് ഡിറൈവ് ചെയ്തെത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇനിയും ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്ലിയർ ആണ്? ഓക്കെ, ദെൻ രണ്ടാമത്തെ കാറ്റഗറി, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള സിനാരിയോ നമുക്ക് നോക്കാം. അതിന്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയും. സോ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിഡക്ഷനിൽ എങ്ങനെയാണ് ചെയ്തത് അതിന്റെ ഒരു ഓപ്പോസിറ്റ് വ്യൂ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ പ്രെമിസസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്രെമിസസ് എന്ന് പറയുമ്പോൾ വി ഹാവ് സീൻ 1000 swans. ഒരു 1000 സ്വാൻസിനെ ഞങ്ങൾ കണ്ടു. ആൻഡ് ഓൾ ഓഫ് ദം ഹാവ് ബീൻ വൈറ്റ്. ഈ കണ്ട 1000 എണ്ണവും വൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ ഇവിടെ ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്പർ 1000 എണ്ണത്തെ ഞാൻ കാണുന്നു. ആ 1000 എണ്ണം വൈറ്റ് ആയതുകൊണ്ട് എല്ലാം വൈറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ ഫ്രം എ സ്മോൾ യൂണിറ്റ്, ഒരു ഷോർട്ടായിട്ടുള്ള നമ്പറിൽ നിന്നും നമ്മൾ ജനറലൈസേഷനിലേക്ക് എത്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീവിയസ് വൺ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യൂ. ജനറലൈസേഷൻ ആയിട്ട് ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞു. അതിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്ന സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തി. അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. വെറാസ് ഇൻഡക്റ്റീവ് ആണെങ്കിൽ സ്പെസിഫിക്കലി 1000 എണ്ണത്തിന്റെ നമ്പറിന്റെ എണ്ണം പറഞ്ഞിരിക്കുന്നു. 1000 swans വൈറ്റ് ആണെന്ന് സ്പെസിഫിക്കലി നമുക്ക് തന്നിരിക്കുന്നു. അതിൽ നിന്നും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ദാറ്റ് ഈസ് ഓൾ swans ആർ വൈറ്റ്. ഇതിനെയാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ ഫ്രം ദി അബോവ് എക്സാമ്പിൾ വി ഹാവ് സീൻ, ദിസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്, വി ഹാവ് സീൻ ജസ്റ്റ് 1000 swans. ലോകത്തുള്ള ആകെ 1000 എണ്ണത്തെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ 1000 എണ്ണത്തിന്റെ ഡേറ്റ വെച്ചുകൊണ്ട്, 1000 എണ്ണത്തിന്റെ അനാലിസിസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ലോകം മൊത്തമുള്ള swans വൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ആൻഡ് ഓൾ ഓഫ് ദം ഹാവ് ബീൻ വൈറ്റ്, ബട്ട് it does not mean that all swans in the world are
വൈറ്റ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അസംഷനിലേക്ക് എത്താൻ സാധിക്കുമോ യഥാർത്ഥത്തിൽ? അത് ട്രൂത്ത്ഫുൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് there may be some swans which may be black. ഓക്കെ, സോ വൈറ്റ് ആയിട്ടുള്ള 1000 എണ്ണത്തിന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളൊരു ജനറൽ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുവാണെങ്കിൽ ഫ്രം സ്പെസിഫിക് ടു ജനറൽ, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ വൈറ്റ് swans are a case of pattern in those particular circumstances. Hence, we can conclude in general swans are white. So, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ട്രൂ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് മേ ബി ട്രൂ ആൻഡ് ഇറ്റ് മേ നോട്ട് ബി ട്രൂ. ഓക്കെ, സോ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ജനറലൈസേഷൻ ഈസ് ഗിവൺ. ഡിഡക്റ്റീവ് സിറ്റുവേഷൻസിൽ ജനറലൈസേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ജനറലൈസേഷനിൽ നിന്നും നമ്മൾ സ്പെസിഫിക്കിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രൂ. ഓക്കെ, വെറാസ് സ്പെസിഫിക്കിൽ നിന്നും ജനറലൈസേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊരു സാമ്പിളിംഗ് എടുക്കുന്നത് പോലെയാണ്, ഒരു സാമ്പിൾ എടുക്കുന്നത് പോലെ. ഇറ്റ് മേ ബി ട്രൂ ഇൻ ദി ഗീവൺ സിറ്റുവേഷൻ. ചിലപ്പോൾ അത് ശരിയാകാം, ചില സിറ്റുവേഷൻസിൽ ഇറ്റ് മേ നോട്ട് ബി ട്രൂ. ഓക്കെ, ആക്ച്വലി ട്രൂ ആകാനുള്ള ചാൻസ് നമുക്ക് 100% 10% ക്ലാരിറ്റിയോട് കൂടി അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ദെൻ ദിസ് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ഓഫ് premises ആൻഡ് കൺക്ലൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഓക്കെ, ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റും ക്ലിയർ ആണോ? ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്. മൂന്നാമത്തെ ടൈപ്പ്. ഓക്കെ, വെരി ഗുഡ്. സോ മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോകുമ്പോൾ അബ്ഡക്റ്റീവ് ഓർ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയും. ഈ ആർഗ്യുമെന്റിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ദീസ് കോയിൻസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതായത് ഞാൻ ലാസ്റ്റ് ഡേ തന്നെ പറഞ്ഞു, ഇറ്റ് വിൽ ഇൻക്ലൂഡ് 3 parts. 3 പാർട്ടുകൾ ഉണ്ടാവും. ആ 3 പാർട്ടുകളും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആവില്ല. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണ്. ദിസ് തിങ് വിൽ ഇൻക്ലൂഡ് ഓർ ദിസ് തിങ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാക്റ്റ് ആണ്. ആ ഫാക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഹൈപ്പോത്തസിസ് ഇൻ ദി സെൻസ്, ഇഫ് ദീസ് കോയിൻസ് ആർ മെയ്ഡ് ഓഫ് ഗോൾഡ്. ഈ പറയുന്ന ഇതേപോലെ, ഈ കോയിൻ എന്ന് പറയുന്നത് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ദാറ്റ് ഈസ് എ ഹൈപ്പോത്തസിസ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. then means there is a prediction. Then they would conduct electricity as well. So ഇത് ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തേനെ. സോ 3 പാർട്ടുകളായി. ഒരു ഫാക്ട് പറഞ്ഞിരുന്നു, രണ്ടാമതായിട്ട് ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു, ആ ഹൈപ്പോത്തസിസിന്റെ റിസൾട്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുന്നു. ഓക്കെ, ദെൻ ഈ ഹൈപ്പോത്തസിസ്, ഫാക്ട് ആൻഡ് പ്രഡിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു കൺക്ലൂഷനാണ് ഇവിടെ പറയുന്നത്. ദീസ് കോയിൻസ് ആർ മെയ്ഡ് ഓഫ് ഗോൾഡ്. ദാറ്റ് മേ നോട്ട് ബി ട്രൂ. അത് ട്രൂ ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ കോയിൻസ് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുവാണെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ഇസ് there is a prediction and there is a general fact. ഈ 3 കൺസെപ്റ്റുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ അതിനെയാണ് അബ്ഡക്റ്റീവ് ഓർ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ്. ബിക്കോസ് there is a hypothesis. ഓക്കെ, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് ഫൈനലി ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുന്നു. ഓക്കെ, ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇൻ ദി സെൻസ്, ആ ഒരു ഓൾ കൺസെപ്റ്റ് വന്നേനെ. ഓക്കെ, ഇവിടെ ജനറലൈസേഷൻ അല്ല വരുന്നത്. ദീസ് കോയിൻസ് ആർ മെയ്ഡ് ഓഫ് ഗോൾഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് സീംസ് ടു മേക്ക് ആൻ ഈവൻ ബിഗർ ജംപ് ദാൻ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് പറയുന്നതിനേക്കാൾ വലിയൊരു പ്രഡിക്ഷൻ ആണ്. ഓക്കെ, ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് നമ്മൾ കണ്ടത് എന്താ? അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാൻസിന്റെ ഒരു 1000 നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നു. അത് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു സാമ്പിൾ ചെക്ക് ചെയ്തിട്ട് ഒരു ഫൈനൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, റൈറ്റ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുന്നത്. വെറസ് ഇവിടെ വരുമ്പോഴോ ഇവിടെ എവിടെയെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ഉണ്ടോ? ലൈക്ക് ഗോൾഡ് കോയിൻസ് എല്ലാം ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറയാവുന്ന ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അവിടെ ഇല്ല. ഈവൻ ദോ നമ്മൾ ജംപ് ടു എ കൺക്ലൂഷൻ,
നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വേറെ വെച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരു ഹൈപ്പോത്തസിസ് ആണ് കോയിൻ എന്ന് പറയുന്നത് ഗോൾഡ് ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കണ്ടക്റ്റീവ് ആയേനെ എന്നുള്ളത് ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. ആ ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചുകൊണ്ട് ഫൈനൽ കൺക്ലൂഷൻ വന്നപ്പോൾ കോയിൻസ് ആർ മെയ്ഡ് ഓഫ് ഗോൾഡ് എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ അതൊരു ഈവൻ ബിഗ്ഗർ ജമ്പാണ്. ഓക്കെ, ഇനിഷ്യലി ഉണ്ടായിരുന്ന ഇൻഡക്റ്റീവിനേക്കാളും ഇൻഡക്റ്റീവ് 100% ട്രൂത്ത് ആവില്ല എന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയ ജമ്പാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രൂത്ത്ഫുൾനെസ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ജനറലൈസ് വൈൽ അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് സേ that successful predictions prove theory is true. ഈ പറയുന്ന പ്രഡിക്ഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ തിയറി ട്രൂ ആണ്. റൈറ്റ്, ഈ പ്രഡിക്ഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തിയറി ട്രൂ ആയി മാറും. ദാറ്റ് മീൻസ് ദർ മസ്റ്റ് ബി സംതിങ് കോൾഡ് എ പ്രൊവിഷൻ ടു പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ തിയറി സക്സസ്ഫുൾ ആവുള്ളൂ. ബിക്കോസ് ഇവിടെ പറയുന്ന കോയിൻ ഗോൾഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കൂ. സോ അത്തരത്തിലുള്ള അബ്ഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് ആർ നോട്ട് ഡിഡക്റ്റീവ്ലി വാലിഡ് because false theories can make true predictions. So true predictions do not guarantee that the theory is true. So ഈ പ്രഡിക്ഷൻ ഇതിനകത്ത് ട്രൂ ആയാലും ഇതിനകത്ത് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രഡിക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രഡിക്ഷൻ മാത്രം. പ്രഡിക്ഷൻ പറയുന്നത് they could conduct electricity. That means if these coins were made of gold, they could conduct electricity. ഇതായിരുന്നു നമ്മളുടെ പ്രഡിക്ഷൻ. ഈ പ്രഡിക്ഷൻ ട്രൂ ആയി. ദാറ്റ് മീൻസ് ഗോൾഡ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഗോൾഡിലൂടെ ഇലക്ട്രിസിറ്റി പ്രവഹിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ അതാണ് നമ്മളുടെ പ്രഡിക്ഷൻ പ്രൂവ് ചെയ്താൽ സംഭവിക്കുന്നത്. ബട്ട് നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ദീസ് കോയിൻസ് ആർ മെയ്ഡ് ഓഫ് ഗോൾഡ്. ഈ പറയുന്ന കോയിൻ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ നമ്മളുടെ പ്രഡിക്ഷൻ പ്രൂവ് ചെയ്യുന്നത് വഴി ഒരു കാരണവശാലും നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല. ഓക്കെ, സോ that's why here it is stated that true predictions do not guarantee that the theory is true. Predictions true ആയാലും തിയറി ട്രൂ ആകാൻ വേണ്ടി ട്രൂ ആകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സിനെയാണ് തേർഡ് ടൈപ്പ്, ദാറ്റ് ഈസ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? 3 ടൈപ്പ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു 20 മിനിറ്റ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അത്രയും നിങ്ങൾ അതിനകത്ത് എഫർട്ട് എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ 20 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്. ബിക്കോസ് അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദർ ഇസ് എ ഹംബിൾ സബ്മിഷൻ ടു മേക്ക്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് കോളുകൾ വരുമ്പോൾ ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ലെഫ്റ്റ് ആവുന്നു, വീണ്ടും വരുന്നു, ലെഫ്റ്റ് ആവുന്നു. ആ ഒരു ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കോളുകൾ വരുമ്പോൾ നിങ്ങൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ദെൻ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. അതായത് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റിന്റെ അറേഞ്ച്മെന്റ്, ആ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പ്രപ്പോസിഷൻസ് സെറ്റ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. Okay, so a proposition, what do you mean by a proposition? Proposition is a claim, nothing more. Proposition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലെയിം ആണ് about the world that has a truth value. Okay, ഒരു ട്രൂത്ത് വാല്യൂ ഉള്ള ഒരു ക്ലെയിമിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. Every propositions can be expressed as declarative. അതായത് ഒരു ക്വസ്റ്റ്യനോ കമാൻഡോ അല്ല. That means you must do something എന്ന് പറഞ്ഞാൽ അത് കമാൻഡ് ആണ്. അതേപോലെ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് രണ്ടുമല്ലാത്ത ദിസ് ഈസ് സംതിങ് ലൈക്ക് ദിസ് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ആണ്. ഓക്കെ, ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എപ്പോഴും പ്രപ്പോസിഷൻ. ക്ലിയർ? സോ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ക്ലെയിം ആണ്. ദാറ്റ് ക്ലെയിം വിൽ ബി എക്സ്പ്രസ്ഡ് ലൈക്ക് സംതിങ് ലൈക്ക് എ ഡിക്ലറേഷൻ. ഓക്കെ, ഡിക്ലറേഷൻ എന്നുള്ള രീതിയിലായിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു തിയറിറ്റിക്കലി കേൾക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഒരു ഡിക്ലറേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറ്റ്സ് ആർ മാമൽസ്. കാറ്റ്സ് എന്ന് പറയുന്നത് മാമൽസ് ആണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു ഡിക്ലറേഷൻ ആണ്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻസ് ലൈക്ക്
കാറ്റ്സ് മാമൽസ് ആണോ എന്നല്ല ചോദിക്കുന്നത്, കാറ്റ്സ് മാമൽസ് ആണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ക്ലൈം. നമ്മളൊരു ക്ലെയിം ചെയ്യുകയാണ് കാറ്റ്സ് എന്ന് പറയുന്നത് മാമൽസ് ആണ് എന്നുള്ള ഉറച്ച ഒരു ക്ലെയിം അങ്ങ് നടത്തുകയാണ്. അത്തരത്തിലുള്ള ജനറലൈസ്ഡ് ക്ലെയിംസ്, അതായത് വേൾഡിൽ മൊത്തമായിട്ട് നമുക്ക് പറയാവുന്ന, ജനറലൈസ് ചെയ്യാവുന്ന ക്ലെയിംസിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഈസ് എനി സ്റ്റേറ്റ്മെന്റ് which relates two classes of categories of entities. രണ്ട് ക്ലാസസ് ഓഫ് കാറ്റഗറീസിനെ, വാട്ട് ഡു യു മീൻ ബൈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ്. ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. സോ രണ്ട് ക്ലാസസ് ഓഫ് എൻറ്റിറ്റീസിനെ അല്ലെങ്കിൽ കാറ്റഗറീസിനെ നമ്മൾ ഒരുമിച്ച് പറയുവാണ്. ഓക്കെ, ഇവിടെ താഴെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കാറ്റ്സ് ഒരു ക്ലാസ് ആണ്, മാമൽസ് ഒരു ക്ലാസ് ആണ്. ഇതിനെ രണ്ടിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്കുണ്ട്, ഒരു വേർഡ് ഇടയ്ക്കുമുണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഈസ് എനി സ്റ്റേറ്റ്മെന്റ് വിച്ച് റിലേറ്റ്സ് ടു ക്ലാസസ്. ഇവിടെ രണ്ട് ക്ലാസസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ടു ക്ലാസസ് or categories of entities. In other words, a categorical proposition is a proposition that relates two classes of objects. Two classes of objects in the sense, class means a group of objects. A group. Mammals എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ? അതേപോലെ കാറ്റ് എന്നല്ല, കാറ്റ്സ് എന്നാ പറഞ്ഞത്, അതും ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ മറ്റൊരു ഗ്രൂപ്പ്സ് ഓഫ് ഒബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ്, കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഹിയർ എ ക്ലാസ് ഓർ കാറ്റഗറി, ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിന് എക്സാമ്പിൾ ആണ് കാറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അനദർ ക്ലാസ് ഓർ കാറ്റഗറി, ദാറ്റ് ഈസ് മാമൽ. ഓക്കെ, സോ കാറ്റ്സ് ആർ മാമൽസ് ഈസ് എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. So did you got what is the meaning of categorical proposition? Categorical proposition എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രണ്ട് ക്ലാസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സെന്റൻസ്. ക്ലിയർ? ഓക്കെ, സോ ഒരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷനിൽ വരുന്ന ഡിഫറെന്റ് ടേംസ്, ഡിഫറെന്റ് കോമ്പോണൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഓക്കെ, കോമ്പോണൻസ് എടുക്കുകയാണെങ്കിൽ there will be a subject term, there will be a predictive term, and there will be something called copula, and finally there will be a quantifier. Okay, so let's see what is subject term. Subject term എന്ന് പറയുന്നത് ഫസ്റ്റ് കാറ്റഗറി ആണ്. ഫസ്റ്റ് കാറ്റഗറി കണ്ടല്ലോ നമ്മളുടെ എക്സാമ്പിളിൽ, ദിസ് വൺ കാറ്റ്സ്, ഇതാണ് നമ്മളുടെ സബ്ജക്റ്റ് ടേം. Then predictive term, second category, because ഇവര് മാമൽസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്യുമല്ലേ, ആ പ്രെഡിക്റ്റീവ് ടേം ആണ് നമ്മളുടെ മാമൽസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് സെക്കൻഡ് കാറ്റഗറി ഓർ ക്ലാസ്, രണ്ട് കാറ്റഗറിയുമായി. Then copula means a grammatical link, verb between subject and predictive terms. സബ്ജക്റ്റിനെയും പ്രെഡിക്റ്റീവ് ടേമിനെയും തമ്മിൽ, സബ്ജക്റ്റ് ടേമിനെയും പ്രെഡിക്റ്റീവ് ടേമിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാമാറ്റിക്കൽ ലിങ്കിനെയാണ് നമ്മൾ കപ്പുല എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കപ്പുലയെ കണ്ടല്ലോ, ദാറ്റ് ഈസ് ആർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദാറ്റ് കണക്ട്സ്, ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു വെർബിനെയാണ് നമ്മൾ കപ്പുല എന്ന് പറയുന്നത്. ആൻഡ് ക്വാണ്ടിഫയർ വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ് ദി ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് ഇൻ പ്രെഡിക്റ്റീവ് ടേംസ്. ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്ന ഏതെങ്കിലും വേർഡ്സ് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഉള്ളതിൽ ഓൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിരുന്നെങ്കിൽ, അതായത് ഇവിടെ നമുക്ക് കാറ്റ്സ് എന്ന് പറഞ്ഞതിന് പകരം ഓൾ കാറ്റ്സ്, ദാറ്റ് ആ ഓൾ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിഫയർ ആണ്. ആ ക്വാണ്ടിറ്റിയെ നമ്മൾ എവിടെ ഡിനോട്ട് ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള വേർഡ്സും ഇതിനകത്ത് വരാറുണ്ട്. സോ 4 ഐറ്റംസ്. ഫസ്റ്റ് സബ്ജക്റ്റ് ടേം. സബ്ജക്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ്. ദെൻ പ്രെഡിക്റ്റീവ് ടേം സെക്കൻഡ് ക്ലാസ്. Then copula means the verb, link ആണ്. And quantifier, the quantity specify ചെയ്യുന്നു. Okay, so രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ്, ഇത്രയുമാണ് 4 components. Then when it comes to categorical proposition,
രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ടേമാണ് യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സലി അഫർമേറ്റീവ് ആകാം, യൂണിവേഴ്സലി നെഗറ്റീവ് ആകാം. സോ നമ്മൾ വൺ സെക്കൻഡ്, ഓക്കെ, സോറി ഫോർ ദി ട്രബിൾ. കണ്ടിന്യൂ ചെയ്യുന്നു. യൂണിവേഴ്സൽ അഫർമേറ്റീവ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാം പോസിറ്റീവാണ്. ഓക്കെ, അതായത് ഓൾ എന്ന് പറയുന്ന സെൻസ്, ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് മീൻസ് എല്ലാ കാറ്റുകളും ഡോഗ്സ് ആണ് എന്ന് പറഞ്ഞാൽ അതൊരു ഓൾ അഫർമേറ്റീവ് ആണ്, അഫേം ചെയ്യുകയാണ്, എല്ലാം ജനറലി ഡോഗ്സ് ആണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതേപോലെ യൂണിവേഴ്സലി നെഗറ്റീവും ഹാപ്പൻ ചെയ്യാം. യൂണിവേഴ്സലി നെഗറ്റീവ് ആണെങ്കിൽ നോ കാറ്റ്സ് ആർ ഡോഗ്സ്, ഒരു കാറ്റും ഡോഗ് അല്ല എന്ന് പറയുകയാണെങ്കിൽ അതൊരു യൂണിവേഴ്സലി നെഗറ്റീവ് ആണ്. സോ യൂണിവേഴ്സൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ രണ്ട് പാർട്ടാണ് വരുന്നത്. ഇറ്റ് മേ ബി യൂണിവേഴ്സലി അഫർമേറ്റീവ് ഓർ യൂണിവേഴ്സലി നെഗറ്റീവ്. രണ്ടിന്റെയും മീനിങ് മനസ്സിലായല്ലോ. യൂണിവേഴ്സലി അഫർമേറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ക്ലാസ്, എല്ലാ ക്ലാസ്സുകളെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ക്ലാസ് കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്നത് യൂണിവേഴ്സലി അഫർമേറ്റീവ് ആണ്. അറ്റ് സെയിം ടൈം യൂണിവേഴ്സലി നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നോ കാറ്റ്സ് ആർ മാമൽസ്, ഒരു കാറ്റ്സും മാമൽസ് അല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ദാറ്റ് വാസ് യൂണിവേഴ്സലി നെഗറ്റീവ്. ക്ലിയർ? മൂവിങ് ഓൺ. ഇനി അതേപോലെ തന്നെ പർട്ടിക്കുലർ ആസ്പെക്ട്സ് ഉണ്ട്. പർട്ടിക്കുലർ മീൻസ് there will be something called സം എന്ന് പറയുന്ന ഒരു വേർഡിന്റെ സഹായത്തോടു കൂടി സം കാറ്റ്സ് ആർ ഡോഗ്സ് അല്ലെങ്കിൽ സം കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് പർട്ടിക്കുലർ എന്ന് പറയുന്നത്. പർട്ടിക്കുലർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ ഓക്കെ, എക്സാമ്പിൾ പർട്ടിക്കുലറിന് എക്സാമ്പിളോട് പറഞ്ഞിട്ടില്ല. പർട്ടിക്കുലറിന് എക്സാമ്പിൾ പറയുന്നത് സം ഡോഗ്സ് ആർ കാറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് പർട്ടിക്കുലറിന് എക്സാമ്പിൾ ആണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ 4 കോമ്പോണന്റ് നമ്മളുടെ എക്സാമ്പിളിൽ ഒന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, അതായത് സബ്ജക്ട് ടേം, പ്രെഡിക്റ്റീവ് ടേം, കപ്പുള ആൻഡ് ക്വാണ്ടിഫയർ, ഈ 4 ടേം അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ എക്സാമ്പിൾ ഓൾ എന്ന് ആഡ് ചെയ്യുന്നു. ബിക്കോസ് നമുക്കൊരു ക്വാണ്ടിഫയറും കൂടി വേണം. ഓൾ കാറ്റ്സ് ആർ മാമൽസ്. സോ ഹിയർ ഓൾ ഈസ് എ ക്വാണ്ടിഫയർ. ഓൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ നമ്പറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് കാറ്റ്സ് എന്ന് പറയുന്നത് സബ്ജക്ട് ടേം ആണ്. ആൻഡ് ആർ എന്ന് പറയുന്നത് കപ്പുലയാണ്. ആൻഡ് ഫൈനലി മാമൽ എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് ടേം ആണ്. സോ ഇങ്ങനെയാണ് ഒരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് ഇയർ there was a question. ലാസ്റ്റ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയല്ല, നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു ഏരിയയെ പറ്റിയാണ്. ഈവൻ ദോ ഈ ഒരു സെന്റൻസ് വന്നതിന് ശേഷം അതിനകത്ത് നിന്നും അതിന്റെ ഒരു പാർട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെയും ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ നിങ്ങളോട് ചോദിക്കാവുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നതിന് ശേഷം ഈ കാറ്റഗറിക്കൽ പ്രപ്പോസിഷനിൽ കപ്പുള എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സബ്ജക്ട് ടേം എന്താണ്, കപ്പുള എന്താണ്, പ്രെഡിക്റ്റീവ് ടേം എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് there are different properties of categorical proposition. There are some properties. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Each categorical proposition has both quantity and quality properties. So basically നമുക്ക് പ്രോപ്പർട്ടീസിനെ ക്വാണ്ടിറ്റി പ്രോപ്പർട്ടീസ് എന്നും ക്വാളിറ്റി പ്രോപ്പർട്ടീസ് എന്നും ഡിവൈഡ് ചെയ്യാം. Then first is quantity property. The quantity of categorical proposition is determined by what? Quantifier. It's all, some എന്ന് പറയുന്നതൊക്കെ ഒരു ക്വാണ്ടിഫയർ ആണ്. ആ ക്വാണ്ടിഫയറിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അതിന്റെ ക്വാണ്ടിറ്റി ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ക്വാളിറ്റി. ദി ക്വാളിറ്റി ഓഫ് എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഈസ് ഡിറ്റർമിൻഡ് അക്കോർഡിംഗ് ടു വെദർ ദി പ്രപ്പോസിഷൻ അസെറ്റ്സ് ഓഫ് ഡിനൈസ് ആൻഡ് ഓവർലാപ്പ് ബിറ്റ്വീൻ ക്ലാസസ്. പ്രപ്പോസിഷൻ അസെറ്റ് ഓർ ഡിനൈസ്. സോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ക്ലാസ്സസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ഓക്കെ, ഓർ ഡിനൈ ചെയ്യുകയാണ്, ആർ നോട്ട്, ആർ ഇറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കണക്ഷൻ ലിങ്കിനകത്ത് അക്സെപ്റ്റ് ചെയ്യുകയോ ഡിനൈ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഡിനോട്ട്സ് ക്വാളിറ്റി. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ്. ദി ക്വാളിറ്റി ഓഫ് എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഈസ് ഡിറ്റർമിൻഡ് അക്കോർഡിംഗ് ടു വെദർ ദി പ്രപ്പോസിഷൻ അസെറ്റ്സ് ഓർ ഡിനൈസ്
ആൻഡ് ഓവർലാപ്പ് ബിറ്റ്വീൻ ക്ലാസ്സസ്. ക്ലാസ്സസ് തമ്മിലുള്ള റിലേഷനെ ഇവർ അക്സെപ്റ്റ് ചെയ്യുകയാണോ അതോ ഡിനൈ ചെയ്യുകയാണോ എന്നുള്ള ബേസിലാണ് അതിന്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ്, വെദർ ഇറ്റ് അക്സെപ്റ്റ് ഓർ ഡിനൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഫർമേറ്റീവ്, ഐ ഓൾറെഡി ടോൾഡ് യു, അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് അക്സെപ്റ്റ്സ്, അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഐ മീൻ യെസ് എന്ന് പറയുന്ന, ഓൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് വരുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ, ഇഫ് ദി പ്രപ്പോസിഷൻ റെഫേഴ്സ് ടു ആൻ എൻറ്റയർ ക്ലാസ് named by a term, the term is distributed, and if it does not refer to entire class named by a term, then the term is undistributed. So distributed in the sense, ഒരു എൻറ്റയർ ക്ലാസ്സിനെ മൊത്തമായിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ലൈക്ക് ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വെറസ് എല്ലാത്തിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, സം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുള്ളെങ്കിൽ അതിന്റെ അർത്ഥം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സോ ഇഫ് പ്രപ്പോസിഷൻ റെഫേഴ്സ് ടു ദി എൻറ്റയർ ക്ലാസ് നെയിംഡ് ബൈ എ ടേം, ഒരു ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യാവുന്ന എൻറ്റയർ ക്ലാസ്സിനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. കാറ്റ്സ് എൻറ്റയർ ക്ലാസ്സിനെയാണ് ഉപയോഗിക്കുന്നത്, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വെറസ് ഇറ്റ് ഇഫ് സം കാറ്റ്സ് ആർ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാറ്റുകളെയും അവിടെ ഡിനോട്ട് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ അതിനെ അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നും പറയും. സോ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ക്വാണ്ടിറ്റി ഈസ് ദെയർ, ക്വാളിറ്റി ഈസ് ദെയർ, അഫർമേറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതാണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ആൻഡ് ഓൾ ഒരു എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പറഞ്ഞു പോകാം. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. എല്ലാ പൊളിറ്റീഷ്യൻസും ലയേഴ്സ് ആണ്. ഇതൊരു ഉദ്ദേശിക്കുന്നത് എന്താ, ഓൾ ആണ്. നോ എന്ന് പറയുന്ന ഒരു ടേമേ ഇല്ല. ഓൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് യൂണിവേഴ്സലി അഫർമേറ്റീവ്, എല്ലാവരും, ജനറലി എന്നുള്ള ടേം. അതായത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ? ദിസ് വൺ യൂണിവേഴ്സൽ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഇറ്റ് മേ ബി യൂണിവേഴ്സലി അഫർമേറ്റീവ് ഓർ യൂണിവേഴ്സലി നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞു പർട്ടിക്കുലർ, പർട്ടിക്കുലറിനകത്തും അഫർമേറ്റീവും നെഗറ്റീവും വരാം. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. യൂണിവേഴ്സലി അഫർമേറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. യൂണിവേഴ്സലി അഫർമേറ്റീവ് അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എ ആൽഫബറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമതായിട്ട് യൂണിവേഴ്സലി നെഗറ്റീവ്, അതായത് ഈ സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ നോ ആക്കുക. നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഒരു പൊളിറ്റീഷ്യൻസും ലയേഴ്സ് അല്ല. നേരത്തെ പറഞ്ഞത് എല്ലാ പൊളിറ്റീഷ്യൻസും ലയേഴ്സ് ആണെന്നാണ്. അത് യൂണിവേഴ്സലി അഫർമേറ്റീവും. നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സലി നെഗറ്റീവുമാണ്. ഓക്കെ, യൂണിവേഴ്സൽ നെഗറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൽഫബറ്റ് ഇ ആണ്. ദെൻ നെക്സ്റ്റ് പർട്ടിക്കുലർ ലെവലിലേക്ക് വരുമ്പോൾ പർട്ടിക്കുലറിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്, പർട്ടിക്കുലർ പോസിറ്റീവ് എന്നുള്ള സെൻസിൽ. ദാറ്റ് മീൻസ് സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. സം എന്ന് പറയുന്ന ടേം ആണ് പർട്ടിക്കുലറിനുമായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊളിറ്റീഷ്യൻസ് ലയേഴ്സ് ആണ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഐ ഉപയോഗിച്ചുകൊണ്ടാണ്. ദാറ്റ് ഈസ് പർട്ടിക്കുലർ അഫർമേറ്റീവ്. ദെൻ അടുത്തത് അതേപോലെ തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു നെഗറ്റീവ് എടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞ സെയിം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നെഗറ്റീവ് ആക്കുവാണെങ്കിൽ, അതായത് സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞു, സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഓ. ഓർക്കുക, നോട്ട് ചെയ്ത് ചെയ്യുക, 4 ലെറ്റേഴ്സ് ഡിനോട്ടിങ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന 4 ലെറ്റേഴ്സ്. ഒന്നാമത്തത് എ ആണ്. എ ഫോർ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ഇ ഫോർ യൂണിവേഴ്സൽ നെഗറ്റീവ്, ഐ ഫോർ പർട്ടിക്കുലർ അഫർമേറ്റീവ്, ഒ ഫോർ പർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. പർട്ടിക്കുലർ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വരുവാണെങ്കിൽ, in a proposition, if every member of the subject class
is also the member of predictive class is called universal affirmative preposition. അതായത് സബ്ജക്ട് ക്ലാസ്, ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സബ്ജക്ട് ക്ലാസ് ഏതായതിനാൽ ഇതിൽ സബ്ജക്ട് ക്ലാസ് ഏതാ? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. സബ്ജക്ട് ക്ലാസ് എന്ന് വേഗം പറഞ്ഞ്. Which term denotes subject class? Politicians. Very good. ഇതാണ് നമ്മളുടെ സബ്ജക്ട് ക്ലാസ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് predictive class? Predictive class, that is liars. ഇതാണ് predictive class. സോ ഈ പറയുന്ന എല്ലാ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഓക്കെ, ഓൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ക്വാണ്ടിഫയർ ആണ്. ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എനിവേ ഓരോന്നിൻ്റെയും ഏരിയ നമ്മൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, സോ നമ്മളുടെ യൂണിവേഴ്സലി അഫർമേറ്റീവ് ആകണമെങ്കിൽ ഇൻ എ പ്രപ്പോസിഷൻ ഇഫ് എവരി മെമ്പർ ഓഫ് ദി സബ്ജക്ട് ക്ലാസ്, സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും ഈസ് ഓൾസോ ദി മെമ്പേഴ്സ് ഓഫ് ദി പ്രെഡിക്റ്റീവ് ക്ലാസ്, സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും പ്രെഡിക്റ്റീവ് ക്ലാസ്സിലെ മെമ്പേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് all of one class is included or contained in another class. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റവും സെക്കൻഡ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. എല്ലാ പൊളിറ്റീഷ്യൻസും, പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ലയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ സബ്ജക്ട് ക്ലാസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ പ്രഡിക്ഷൻ ക്ലാസ്. ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയുന്നത്. എവരി മെമ്പർ ഓഫ് ദി ക്ലാസ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഈസ് എ മെമ്പർ ഓഫ് അനദർ ക്ലാസ് ഓഫ് ലയേഴ്സ്. ഓക്കെ, സോ ആൻഡ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഓൾ എസ് ഇസ് പി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഓൾ സബ്ജക്റ്റ് ഈസ് പ്രഡിക്ഷൻ. ഓക്കെ, ഓൾ സബ്ജക്റ്റ് ഐ മീൻ സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ ഐറ്റവും പ്രെഡിക്റ്റീവ് ക്ലാസ്സിലെ എല്ലാ ഐറ്റംസിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ. ദെൻ ഇനി അതിനകത്ത് വീണ്ടും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമതായിട്ട് യൂണിവേഴ്സൽ നെഗറ്റീവ്. യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിൽ ദി പ്രപ്പോസിഷൻ ഇൻ വിച്ച് നോ മെമ്പേഴ്സ് ഓഫ് ദി സബ്ജക്ട് ക്ലാസ് ആർ ദി മെമ്പേഴ്സ് ഓഫ് പ്രെഡിക്റ്റീവ് ക്ലാസ്. സബ്ജക്ട് ക്ലാസ്സിലെ ഒരു മെമ്പേഴ്സും പ്രെഡിക്റ്റീവ് ക്ലാസ്സിലെ മെമ്പേഴ്സ് ആകുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ആൻ എക്സാമ്പിൾ സബ്ജക്ട് ക്ലാസ്സിൽ ഇവിടുത്തെ മെമ്പേഴ്സ് ആണ് പൊളിറ്റീഷ്യൻസ്. യൂണിവേഴ്സൽ ഐ മീൻ പ്രെഡിക്റ്റീവ് ക്ലാസ്സിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലയേഴ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നോ എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചുകൊണ്ട് നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. സോ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന സബ്ജക്ട് ക്ലാസ്സിലെ ഒരു ഇൻഡിവിജ്വലിനെയും നമ്മൾ ലയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, സബ്ജക്ട് ക്ലാസ്സിനെ നമ്മളുടെ പ്രെഡിക്റ്റീവ് ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് ഓർ ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് നോ എസ് ഇസ് ഈക്വൽ ടു പി. നോ എസ് ഈസ് പി എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ്. ദെൻ പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണെങ്കിൽ അത് ഐ പ്രപ്പോസിഷൻ ബിക്കോസ് സം ഈസ് സംതിങ് എന്ന് പറയുന്നതാണ്. സം എസ് ഈസ് പി എന്ന് പറയുന്നതാണ് പർട്ടിക്കുലർ അഫർമേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വരുന്നില്ല, നോ എന്ന് പറയുന്ന വേർഡേ വരുന്നില്ല. സോ ഓർക്കുക, ദി പ്രപ്പോസിഷൻ ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് വൺ മെമ്പേഴ്സ് ഓഫ് ദി സബ്ജക്ട് ക്ലാസ്, അറ്റ്ലീസ്റ്റ് വൺ മിനിമം ഒരാളെങ്കിലും is also a member of predictive class. ഏതെങ്കിലും ഒരാൾ പ്രെഡിക്റ്റീവ് ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. എല്ലാ പൊളിറ്റീഷ്യൻസും അല്ല, പൊളിറ്റീഷ്യൻസിൽ ചില ആളുകൾ മാത്രം, ചില ആളുകൾ ലയേഴ്സ് ആണ്. സോ ഇവരെ കണക്ട് ചെയ്തിരിക്കുന്നത് മൊത്തമായിട്ടും ഇൻക്ലൂഡഡ് ഇൻ ലയേഴ്സ് എന്ന് പറയുന്ന പ്രെഡിക്റ്റീവ് ക്ലാസ്സിൽ നമ്മുടെ സബ്ജക്ട് ക്ലാസ്സിനെ മൊത്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സബ്ജക്ട് ക്ലാസ്സിലെ കുറച്ച് പോർഷൻ മാത്രം പ്രെഡിക്റ്റീവ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇതിനെയാണ് പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് സം എസ് ഇസ് ഈക്വൽ ടു പി. സം എസ് ഈസ് പി എന്നായിരിക്കും ഇതിനെ ഡിനോട്ട് ചെയ്യുക. ദെൻ പർട്ടിക്കുലർ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഓ പ്രപ്പോസിഷൻ
the preposition in which at least one member of the subject class is not a member of the predicate class. ഒരാളെങ്കിലും മെമ്പർ ആകാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. കുറച്ച് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ലയേഴ്സ് അല്ല. അതായത് ലയേഴ്സ് എന്ന് പറയുന്ന പ്രെഡിക്റ്റീവ് ക്ലാസ്സിലെ മെമ്പേഴ്സ് അല്ലാത്ത കുറച്ച് ആളുകൾ സബ്ജക്ട് ക്ലാസ്സിനകത്തുണ്ട്. അങ്ങനെ വന്നാൽ അതിനെയാണ് ഓ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്, which can be denoted as some s is not p. Some s is not p. Okay, so these are the 4 types. Okay, 4 types of categorical proposition: universal affirmative, universal negative, particular affirmative, particular negative. Universal affirmative ആണെങ്കിൽ all s are p. All s. S denotes subject. P means prediction. All subject matter subject class included in predictive class. Then രണ്ടാമത്തെ ആണെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ no SRP. Then particular affirmative വന്നു കഴിഞ്ഞാൽ some SRP. Then particular നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ some S is not P. Okay, clear ആണോ? Any doubts? Okay, fine. സോ ഒന്ന് ബ്രീഫായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. സോ 4 കാറ്റഗറി: ടൈപ്പ് എ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, ദെൻ പർട്ടിക്കുലർ അഫർമേറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ, ഈ 4 കാറ്റഗറി. 4 കാറ്റഗറിയിൽ ക്വാണ്ടിഫയർ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ക്വാണ്ടിഫയർ എന്ന് പറയുമ്പോൾ all politicians are. ഓക്കെ, ദെൻ ഈയുടെ കേസിലും all politicians are not എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ no politicians are എന്നും പറയാം. അതുകൊണ്ടാണ് ഓളും നോയും വന്നിരിക്കുന്നത്. all politicians are not liars എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ no politicians are liars എന്നുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഇത് രണ്ടും വരാവുന്നത് കൊണ്ട് നമുക്ക് ഓൾ നോ എന്ന് പറയുന്ന കാറ്റഗറിയാണ് വരുന്നത്. ദെൻ ഐയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പർട്ടിക്കുലർ അഫർമേറ്റീവ് എടുക്കുകയാണെങ്കിൽ സം, പർട്ടിക്കുലർ നെഗറ്റീവ് എടുക്കുകയാണെങ്കിലും സം തന്നെയാണ് വരുന്നത്. ദെൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എസ് ഉപയോഗിച്ചുകൊണ്ട് സബ്ജക്റ്റ് ആണ്. ആൻഡ് കപ്പുള ഇൻ ദി കേസ്, കപ്പുളയുടെ കേസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് എയുടെ കേസിൽ ദർ വിൽ ബി ആർ. ഓക്കെ, പോസിറ്റീവ് ആണ്. ദെൻ ഈയുടെ കേസിൽ നെഗറ്റീവ് ആണ്. ദെൻ ദാറ്റ് വിൽ ബി ലൈക്ക് ആർ നോട്ട്. ഒന്നെങ്കിൽ ആർ നോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ നോ പൊളിറ്റീഷ്യൻസ് എന്ന് തുടങ്ങുന്നതാണെങ്കിൽ ആർ എന്നായിരിക്കും വരിക. ദെൻ ഐയുടെ കേസ് എടുക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ആർ, ആൻഡ് ഓയുടെ കേസിൽ നെഗറ്റീവ് ആണ്, സോ ആർ നോട്ട്. പ്രെഡിക്റ്റീവ് ആണെങ്കിൽ, പ്രെഡിക്കേറ്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറയുന്നത് പി തന്നെയായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിനകത്തൊരു മാറ്റവുമില്ല. ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? ഓക്കെ, സോ നമ്മൾ ഇനി ഒരു സിലോജിസം ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു AIEO തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള പ്രപ്പോസിഷൻസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലാസിക്കൽ സ്ക്വയർ. ക്ലാസിക്കൽ സ്ക്വയർ മെത്തേഡിൽ ഓപ്പോസിഷൻസ് ഐഡന്റിഫൈ ചെയ്യും, അതനുസരിച്ചായിരിക്കും പ്രോബ്ലംസ് ചെയ്യുന്നത്. സോ ഇതിലും തിയറി മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഒരു സിലോജിസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മെത്തേഡ് അല്ല. ബിക്കോസ് നമ്മൾ എത്ര മാസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മിസ്റ്റേക്സ് വരുത്താനുള്ള ചാൻസസ് ഈ തരത്തിലുള്ള മെത്തേഡ്സിനുണ്ട്. ബട്ട് നിങ്ങൾക്ക് വെൻ ഡയഗ്രം ചെയ്യാമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. വെൻ ഡയഗ്രം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറും തരും, അതേപോലെ കൺഫ്യൂഷൻ കുറയ്ക്കാനും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ തിയറി നോക്കാനുള്ള കാര്യം തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ട് മാത്രം. ഓക്കെ, സോ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ നോക്കാം. ദി ഓപ്പോസിഷൻ is an immediate inference grounded on the relation between propositions which have same terms. Okay,
So the opposition is an immediate inference grounded on the relation between prepositions which have same terms but differ the quantity or quality or both. രണ്ട് പ്രപ്പോസിഷനിലും വന്നിരിക്കുന്നത് ഒരേ രീതിയിലുള്ള ടേംസ് ആണ്, പക്ഷേ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഉള്ള മാറ്റം മാത്രം വരുവാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇൻഫറൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഒപ്പോസിഷൻ. ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ഇൻഫറൻസ് ആണ്. നോക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫോർ എനി ഫോർമൽ ഒപ്പോസിഷൻ ബിറ്റ്വീൻ ടു പ്രപ്പോസിഷൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് their terms should be same. തന്നിരിക്കുന്ന മാറ്റർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ലൈക്ക് മാറ്ററിനകത്ത് വന്നിരിക്കുന്ന സബ്ജക്റ്റ് രണ്ടിടത്തും സെയിം ആയിരിക്കണം. അതേപോലെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിന്റെ പ്രെഡിക്റ്റ് ടേമും. Then there can be no opposition between two such prepositions as these. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയ തരുവാണെങ്കിൽ, ലൈക്ക് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് തരുവാണ്. ഓൾ ഏഞ്ചൽസ് ഹാവ് സംതിങ് ആൻഡ് നോ കൗസ് ആർ. ഇങ്ങനെയുള്ള കണക്ഷൻ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് തരുവാണെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും പ്രപ്പോസിഷൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല, ഒപ്പോസിഷൻ ഡിറൈവ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് രണ്ടും കണക്റ്റഡ് ആയിരിക്കണം, രണ്ടും ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒപ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദി സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഷോസ് us the logical inferences, that is immediate inferences, we can make from one preposition type to another. ഒരു പ്രപ്പോസിഷൻ ടൈപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ലോജിക്കൽ ഇൻഫറൻസസ് ആണ് ഈ ഒരു സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ 4 ടൈപ്സ്. എ ടൈപ്പ്, then there is E, I, O. 4 ടൈപ്പ്. ഈ 4 ടൈപ്പിൽ നിന്നും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ലോജിക്കൽ ഇൻഫറൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഓർക്കേണ്ടത് എ ആൻഡ് ഒ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കോൺട്രാഡിക്ടറി ആണ്. അതേപോലെ ഐ ആൻഡ് ഇ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതും കോൺട്രാഡിക്ടറി ആകും. ദെൻ ഐ ഒ ഒരുമിച്ച് വരുവാണെങ്കിൽ അത് സബ് കോൺട്രറി ആണ്. ദെൻ എ ആൻഡ് ഇ ഒരുമിച്ച് വരുവാണെങ്കിൽ അത് കോൺട്രറി ആണ്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. സോ കോൺട്രാഡിക്ടറി സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയേക്കുക. കോൺട്രാഡിക്ടറി സിറ്റുവേഷൻസ്, സി കോൺട്രാഡിക്ടറി വരുന്ന ഏതൊക്കെ സിറ്റുവേഷൻസ് ഇല്ല, ഇതാണ് കോൺട്രാഡിക്ടറി, റൈറ്റ്? ദാറ്റ് മീൻസ് എ ആൻഡ് ഒ ആൻഡ് ഐ ആൻഡ് ഇ, ഈ 2 സിറ്റുവേഷൻസ് ആണ് കോൺട്രാഡിക്ടറി ആയിട്ട് വരുന്നത്. സോ നോക്കാം, എയും ഒയും അതേപോലെ ഇയും ഇ ആൻഡ് ഐ, ഈ സിറ്റുവേഷൻസ് ഇത് രണ്ടും ഒരുമിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ, ഈ 2 പ്രപ്പോസിഷനും വരുവാണെങ്കിൽ അത് കോൺട്രാഡിക്ടറി ആണ്. So let's check. 2 prepositions are said to be contradictory if both cannot be true. രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ശരിയാവില്ല, ട്രൂ ആകില്ല എന്ന് പറയാവുന്ന സിറ്റുവേഷൻസിനെയാണ് കോൺട്രാഡിക്ടറി എന്ന് പറയുന്നത്. ആൻഡ് ബോത്ത് cannot be false at the same time. ഒന്നെങ്കിൽ ട്രൂ ആവില്ല, അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആവില്ല. ഒരെണ്ണം ശരിയും ഒരെണ്ണം ഫോൾസും ആകാം. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ കണക്ഷൻ വരൂ. രണ്ടും ഒരേ സമയം ശരിയാകാൻ പറ്റില്ല, അല്ലെങ്കിൽ രണ്ടും ഒരേ സമയം തെറ്റാനും സാധിക്കില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കോൺട്രാഡിക്ടറി സെന്റൻസസ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, ഇഫ് ദി ഒപ്പോസിഷൻ ഈസ് ബിറ്റ്വീൻ 2 പ്രപ്പോസിഷൻസ് വിച്ച് ഡിഫർ ബോത്ത് ദി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ നോക്കാം, അതാ ബെറ്റർ. സി, ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. നമ്മുടെ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ഓ എന്ന് പറയുന്നത് സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. ഇവിടെ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? യൂണിവേഴ്സലി അഫർമേറ്റീവ് ആണ്. യൂണിവേഴ്സലി അഫർമേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് എല്ലാ പൊളിറ്റീഷ്യൻസും ലയേഴ്സ് ആണെന്ന്. അതിന്റെ ഒപ്പം ഓ വരാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. ഓ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? സം പൊളിറ്റീഷ്യൻസ്, സെയിം തിങ് എടുക്കുവാണെങ്കിൽ some politicians are not liars. Some politicians are not liars എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു എല്ലാവരും ലയേഴ്സ് ആണ്. ഇനി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതിൽ കുറച്ച് പേർ ലയേഴ്സ് അല്ല എന്ന് പറയാൻ സാധിക്കില്ല. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. അതുകൊണ്ടാണ് അതിനെ കോൺട്രാഡിക്ടറി സെന്റൻസ് എന്ന് പറയുന്നത്. സോ എ ആൻഡ് ഒ, എയും ഒയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് കോൺട്രാഡിക്ടറി ആണ്. ദെൻ അതേ രീതിയിൽ തന്നെ ഐ ആൻഡ് ഇ, ഐയും ഇയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതും
കോൺട്രാഡിക്ടറി ആയിട്ട് മാറും. ഐ എടുക്കാം നമുക്ക്. ഐ പറയുന്നത് എന്താ? നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഓക്കെ, ഐ പറയുന്നത് സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. റൈറ്റ്? ഇത് നോ പൊളിറ്റീഷ്യൻസ് ആണ്. ആരും ലയേഴ്സ് അല്ല എന്ന് പറഞ്ഞതിന് ശേഷം സം ആർ ലയേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് കോൺട്രാഡിക്ടറി സെന്റൻസസ് ആയിട്ടായിരിക്കും ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത്. ഓക്കെ, കോൺട്രാഡിക്ടറി പ്രപ്പോസിഷൻസ്. ഇൻ സച്ച് സിറ്റുവേഷൻസ് അത് ട്രൂ ആവില്ല. ക്ലിയർ ആണോ ഫസ്റ്റ് കേസ്? ഓക്കെ, രണ്ടാമത്തത് കോൺട്രറി വരുന്ന സിറ്റുവേഷൻസ്. യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസ് ആർ സെഡ് ടു ബി കോൺട്രറി. Universal propositions are said to be contrary because they cannot both be simultaneously true. ഒരേ സിറ്റുവേഷൻസിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ട്രൂ ആകില്ല, സൈമൾട്ടേനിയസ്ലി ട്രൂ ആക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ കോൺട്രറി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൺട്രാഡിക്ടറി. കോൺട്രാഡിക്ടറി ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. എയും ഒയും വന്നാൽ കോൺട്രാഡിക്ടറി ആണ്, ഐയും ഇയും വന്നാൽ കോൺട്രാഡിക്ടറി ആണ്. ദെൻ കോൺട്രറി ആയിട്ട് വരുന്നത് യൂണിവേഴ്സൽ പ്രപ്പോസിഷൻ. എയും ഇയും ഒരേ സമയം നമുക്ക് ട്രൂ ആയിട്ട് വരാൻ സാധിക്കില്ല. ഓക്കെ, എയും ഇയും ഒരേ സിറ്റുവേഷൻസിൽ നമുക്ക് ട്രൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ കോൺട്രറി എന്ന് പറയുന്നത്. ദെൻ ഇൻ അതർ വേർഡ്സ് ദി ഒപ്പോസിഷൻ ഈസ് ബിറ്റ്വീൻ ടു യൂണിവേഴ്സൽസ് വിച്ച് ഡിഫർ ഇൻ ക്വാളിറ്റി. രണ്ട് തമ്മിൽ ഇത് ഒപ്പോസിഷൻ ഉണ്ടാവുന്നത് രണ്ടും ഒരേ രീതിയിൽ സെയിം ആയിട്ട് വരാൻ സാധിക്കില്ല എന്ന് പറയാനുള്ള റീസൺ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. നേരത്തെ സെയിം എക്സാമ്പിൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്നത് ട്രൂ ആയി കഴിഞ്ഞാൽ നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. റൈറ്റ്? ബിക്കോസ് എ ആൻഡ് ഇ യൂണിവേഴ്സലി അഫർമേറ്റീവും യൂണിവേഴ്സലി നെഗറ്റീവും ഒരിക്കലും ട്രൂ ആയിട്ട് വരില്ല. ഒരെണ്ണം ശരിയായാൽ മറ്റേത് തെറ്റായിട്ട് വരും. ഇതിനെയാണ് കോൺട്രറി ടു ഈച്ച് അതർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? രണ്ട് കേസ്, അതായത് കോൺട്രറി ഇൻ ദി സെൻസ് യൂണിവേഴ്സൽ കാറ്റഗറി. യൂണിവേഴ്സലി വരുന്ന രണ്ട് ഐറ്റംസ് അല്ലേ വരുന്നത്? യൂണിവേഴ്സൽ അഫർമേറ്റീവും ഉണ്ടാവും, യൂണിവേഴ്സലി നെഗറ്റീവും ഉണ്ടാവും. ഈ യൂണിവേഴ്സലി അഫർമേറ്റീവും യൂണിവേഴ്സലി നെഗറ്റീവും രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല. ട്രൂ ആകില്ല ഇൻ ദി സെൻസ്, ഇപ്പോൾ യൂണിവേഴ്സലി അഫർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, എല്ലാ പൊളിറ്റീഷ്യൻസും ലയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം യൂണിവേഴ്സലി നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുവാണ്, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. അത് പോസിബിൾ ആണോ? ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാ പൊളിറ്റീഷ്യൻസും ലയേഴ്സ് ആണ്. ഇത് ട്രൂ ആണെങ്കിൽ, ഈ പറയുന്ന ഫസ്റ്റ് പ്രപ്പോസിഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് പ്രപ്പോസിഷൻ ഫോൾസ് ആയിരിക്കണം. ഫസ്റ്റ് പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ സെക്കൻഡ് പ്രപ്പോസിഷൻ ട്രൂ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാത്രമേ കോൺട്രറി ആണെങ്കിൽ വരുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി സബ് കോൺട്രറി എന്ന് പറയാവുന്നത് ഇഫ് ദി ടു particular propositions can both be true but cannot both be false. പർട്ടിക്കുലർ പ്രപ്പോസിഷൻസ് രണ്ടും എടുക്കുകയാണെങ്കിൽ രണ്ടും ട്രൂ ആകാം, പക്ഷെ രണ്ടും ഫോൾസ് ആകാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടും ട്രൂ ആകാം. എന്തുകൊണ്ടാ? ലെറ്റ്സ് ചെക്ക് ദി എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ പർട്ടിക്കുലർ കേസിൽ I and O is there. Particularly affirmative എന്ന് പറയുമ്പോൾ some politicians are liars. ഇത് particularly affirmative ആണ്. Then particularly negative എന്ന് പറയുമ്പോൾ some politicians are not liars. ഈ പറയുന്ന some politicians are liars എന്ന് പറയുമ്പോൾ കുറച്ച് പേർ liars ആണെന്ന് പറയുമ്പോൾ ബാക്കി കുറച്ച് പേർ liars അല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും, അതായത് ഐയും ഓയും രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം. പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റില്ല. ഫോൾസ് ആകുമ്പോൾ എന്താ? സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്നത് ഫോൾസ് ആയിരുന്നു. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ?
സം പൊളിറ്റീഷ്യൻസ് ലയേഴ്സ് അല്ല, അവര് സത്യസന്ധരാണ്. അങ്ങനെയാണെങ്കിൽ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്, സത്യസന്ധരാണെന്ന് പറയുന്നത് ഇതും ഫോൾസ് ആകുമോ? ലെറ്റ് മി റിപ്പീറ്റ്. നമ്മൾ പറഞ്ഞ കേസ് തന്നെ ഓർക്കുക. ഈ പറയുന്ന പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആകാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരുമിച്ച് ഫോൾസ് ആകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി എന്ന് വിചാരിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയ അതിന്റെ അർത്ഥം എന്താ? സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയാൽ അതിന്റെ അർത്ഥം സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്നാണ്. റൈറ്റ്? നോട്ട് ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് കാറ്റഗറി ആയില്ലേ? ആൻഡ് വി ആർ സെയിങ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണെന്ന് പറയുന്നു. പറ്റുമോ? ഇല്ല. സോ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ സാധിക്കില്ല. ഒരെണ്ണം രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ സാധിക്കും. ഇതാണ് സബ് കോൺട്രറി സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എഴുതി നോക്കുക. ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എഴുതി നോക്കുക. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, അത് ട്രൂ ആണെങ്കിൽ, സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് ട്രൂ ആണെങ്കിൽ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്ന് പറയുന്നതും ട്രൂ ആണ്. കുറച്ച് പേര് ലയേഴ്സ് ആണെങ്കിൽ ബാക്കി കുറച്ച് പേര് ലയേഴ്സ് അല്ലാതെയും ഇരിക്കാം. രണ്ടും ട്രൂ ആകാം, പക്ഷെ രണ്ടും ഫോൾസ് ആകാൻ സാധിക്കില്ല. രണ്ടും ഫോൾസ് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്നത് ഫോൾസ് ആയാൽ അതിന്റെ അർത്ഥം സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്നാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ആദ്യത്തത് ഫോൾസ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി മാറുകയാണ്. ഇൻ സച്ച് സിറ്റുവേഷൻ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ സാധിക്കില്ല. Okay, in other words, the opposition is between two particular which differ in quality. It means they cannot both be simultaneously false. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റില്ല എന്നാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then സബ് ഓൾട്ടർനേഷൻ എന്ന് പറയുമ്പോൾ ആ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി യൂണിവേഴ്സൽ ടു പർട്ടിക്കുലർ and particular to universal inferences are called sub-alternation. യൂണിവേഴ്സലിൽ നിന്നും പർട്ടിക്കുലറിലേക്കുള്ള ഇൻഫറൻസും പർട്ടിക്കുലറിൽ നിന്നും യൂണിവേഴ്സലിലേക്കുള്ള ഇൻഫറൻസും അതിനെയാണ് സബ് ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, ദി ഒപ്പോസിഷൻ ഈസ് ബിറ്റ്വീൻ ടു പ്രപ്പോസിഷൻ വിച്ച് ഡിഫർ ഓൺലി ഇൻ ക്വാളിറ്റി. ക്വാളിറ്റിയിലുള്ള ചേഞ്ച് മാത്രം വെച്ചിട്ടുള്ള ഒപ്പോസിഷൻ അതിനെയാണ്, ബിക്കോസ് ക്വാളിറ്റിയിലുള്ള ചേഞ്ച് ഇൻ ദി സെൻസ് യൂണിവേഴ്സൽ എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ ഓഡ് വരുന്നു, ദെൻ പർട്ടിക്കുലറിന്റെ കൺസെപ്റ്റിലാണെങ്കിൽ സം വരുന്നു. അവിടെ ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ച് ആണ് വരുന്നത്. റൈറ്റ്? ഓക്കെ, ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ച് മാത്രമാണ് വരുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഓൾ പൊളിറ്റീഷ്യൻസ് താഴെ സം പൊളിറ്റീഷ്യൻസ് ആവുന്നു. അത് തമ്മിലുള്ള റിലേഷൻസ് പറയുന്നതിനെയാണ് സബ് ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഇൻഫറൻസസ് ആർ വാലിഡ് ഇഫ് സബ് ഓൾട്ടർനേഷൻ A or E is true. എയോ ഇയോ ട്രൂ ആണെങ്കിൽ then the subalternation I or O is true. അതായത് എ എന്ന് പറയുന്ന ഐറ്റം ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കും. ഇ എന്ന് പറയുന്ന ഐറ്റം ട്രൂ ആണെങ്കിൽ O ട്രൂ ആയിരിക്കും. ഓക്കെ, if subaltern is false then ഓക്കെ, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ പറയുന്ന ഒരു കേസ് എ എന്ന് പറയുന്നത് ട്രൂ ആണ്. എയുടെ മീനിങ് എന്താ? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. അത് ട്രൂ ആണ്. അതിന്റെ അർത്ഥം ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം പൊളിറ്റീഷ്യൻസും ലയേഴ്സ് ആണ്. അതിൽ നിന്ന് കുറച്ച് പേര് എടുത്തു കഴിഞ്ഞാൽ അവരും ലയേഴ്സ് ആയി മാറില്ലേ? സോ പർട്ടിക്കുലർ യൂണിവേഴ്സലിൽ എ എന്ന് പറയുന്ന കൺസെപ്റ്റ് ട്രൂ ആണെങ്കിൽ ഐ എന്ന് പറയുന്ന കൺസെപ്റ്റും ട്രൂ ആകും. അതേപോലെ യൂണിവേഴ്സൽ ഇ എന്ന് പറയുന്ന കൺസെപ്റ്റ് ട്രൂ ആണെങ്കിൽ ഒ എന്ന് പറയുന്ന കൺസെപ്റ്റും ട്രൂ ആകും. ഇതിനെയാണ് സബ് ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയില്ല? അതായത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാമെങ്കിൽ നോക്കൂ. എയുടെ കൺസെപ്റ്റ് എന്താ? അതാ ഞാൻ പറയുന്നത്, സബ് ഓൾട്ടർനേഷൻ ആണ് പറയുന്നത്. അതായത് എയുടെ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താ? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഇതാണല്ലോ എ. ദെൻ ഐയുടെ കൺസെപ്റ്റ് എന്താ? സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. മീൻസ് ഈ ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറി നമുക്ക് കിട്ടി. ഇത്രയുമാണ് ഓൾ പൊളിറ്റീഷ്യൻസ്.
ഓക്കെ, അതിൽ നിന്നും ഇതാണ് പൊളിറ്റീഷ്യൻസ് മൊത്തം. ഇതിൽ നിന്നും നമ്മൾ കുറച്ച് പേരെടുക്കുന്നു. ഇവരെല്ലാവരും ലയേഴ്സ് ആണെന്നാണ് നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞത്. ഇത് ഞാൻ ഓൾറെഡി വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ മെത്തേഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ വെൻ ഡയഗ്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് വെൻ ഡയഗ്രത്തിന്റെ വേ തന്നെ ഞാൻ പറയുന്നത്. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? പൊളിറ്റീഷ്യൻസ് മൊത്തം ലയേഴ്സ് ആണ്, റൈറ്റ്? ഇതാണ് പൊളിറ്റീഷ്യൻ, ഇതാണ് ലയേഴ്സ്. ലെറ്റ് മീ റേസ് ദിസ് 1 second. ഓക്കെ, സോ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ലയേഴ്സ് എന്ന് പറയുന്നതിന് അകത്ത് വന്നു. എല്ലാ പൊളിറ്റീഷ്യൻസും ലയേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പൊളിറ്റീഷ്യൻസിന്റെ ഒരു പാർട്ട് എടുക്കുവാണ് അതിന്റെ കൺക്ലൂഷൻ ആയിട്ട്. ഈ ഒരു ചെറിയ പാർട്ട് എടുത്താൽ അത് ലയേഴ്സിനകത്ത് തന്നെയല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? ഇതിൽ നിന്നൊരു പൊളിറ്റീഷ്യൻസിൽ നിന്ന് സം എന്ന് പറഞ്ഞാൽ കുറച്ചെടുക്കുക. ആ കുറച്ചെടുത്താലും അത് ലയേഴ്സിന്റെ ഗ്രാഫിനകത്ത് തന്നെയല്ലേ കിടക്കുന്നത് നോക്കുക. ദാറ്റ് മീൻസ് സം ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഓൾ. ഇൻ സച്ച് എ സിറ്റുവേഷൻ എ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ശരിയാണെങ്കിൽ ഐ എന്ന് പറയുന്ന പ്രപ്പോസിഷനും ട്രൂ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ, ദാറ്റ് ഈസ് ലെറ്റ് മീ ഡ്രോ. എനിക്ക് നിങ്ങൾ എന്തായാലും വെൻ ഡയഗ്രാം വെച്ച് തന്നെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ വ്യൂ പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ഇ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് വാട്ട്? ലയേഴ്സ്. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ, ഇത് പൊളിറ്റീഷ്യൻസ് ആണ്, ദേ ആർ നോട്ട് ലയേഴ്സ്. ലയേഴ്സ് അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഇതിനകത്തുനിന്ന് കുറച്ച് പേരെടുക്കുന്നു, സം പൊളിറ്റീഷ്യൻസിന് എടുക്കുന്നു. ആ സം പൊളിറ്റീഷ്യൻസും അപ്പോൾ ലയേഴ്സ് ആവില്ല. ഓയതല്ലേ പറയുന്നത്? സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. അതായത് ഈ ട്രൂ ആണെങ്കിൽ ഓയും ട്രൂ ആയിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇതിന് ഇന്ന് തന്നെ നിങ്ങൾ ആ വെൻ ഡയഗ്രത്തിന്റെ മനസ്സിലാവാത്തവരുണ്ടെങ്കിലും അല്ലെങ്കിൽ വ്യക്തത ഒന്നും കൂടി ആകാൻ വേണ്ടി വെൻ ഡയഗ്രം നമ്മൾ വരച്ചിരുന്ന ലെക്ചർ ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യും. അതൊന്നും കൂടി നിങ്ങൾ കാണണം ഇതൊക്കെ കേട്ടതിന് ശേഷം. അപ്പോൾ വെൻ ഡയഗ്രം എത്രമാത്രം സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. മസ്റ്റ് വാച്ച് ആണ്. ദെൻ കാറ്റഗറിക്കൽ സിലോജിസം. ഓക്കെ, കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ നമ്മൾ പറഞ്ഞു. ആ പ്രപ്പോസിഷൻസ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിലോജിസം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കാറ്റഗറിക്കൽ സിലോജിസം വരുമ്പോൾ എ കാറ്റഗറിക്കൽ സിലോജിസം ഈസ് എ സിലോജിസം whose premises and conclusion are categorical proposition. Okay, so premises ഇത് രണ്ടും premises ആണ് and this one is a conclusion. ഇത് മൂന്നും കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ആണ്. ഈ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ നോക്കി, see hats, then there is a clothing, right? ഇങ്ങനെ കണക്ഷൻ വരുവാണ്. There will be a subject and there will be a predictive claim. ഇത് രണ്ടും വരുവാണെങ്കിൽ അത്തരത്തിലുള്ള ടേംസിനെയാണ് നമ്മൾ കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറയുന്നത്. ഒരു കാറ്റഗറിക്കൽ സിലോജിസം എടുക്കുകയാണെങ്കിൽ the standard form will include the following criteria. ഓക്കെ, അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ വരുന്ന ക്രൈറ്റീരിയ ഇതൊക്കെയാണ്. അതായത് 2 premises and conclusion. 2 premises ഉണ്ടാവും, റൈറ്റ്? ആൻഡ് there will be a conclusion. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഈച്ച് സ്റ്റാൻഡേർഡ് ഫോം കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. ഇത് ഓരോന്നും കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആയിരിക്കും. ആൻഡ് there will be a major term. മേജർ ടേം എന്ന് പറയുന്നത് a major term which appears only in the first premise and the predicate of the conclusion. So first premise മാത്രം വരുന്ന ഒരു ടേം, അതിനുശേഷം കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിട്ട്, ഞാൻ പ്രെഡിക്റ്റീവ് ടേം എന്നാണ് പറഞ്ഞത്, പ്രെഡിക്കേറ്റ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. സോ കൺക്ലൂഷനിലെ പി ആയിട്ട് വരുന്ന ഐറ്റം, പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്ന ഐറ്റം. സോ അങ്ങനെ വരുവാണെങ്കിൽ, ഓക്കെ, അങ്ങനെ വരുന്ന ഒരു ടേം അവിടെ ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം മൈനർ ടേം എന്ന് പറഞ്ഞാൽ എ മൈനർ ടേം വിച്ച് അപ്പിയേഴ്സ് ഓൺലി ഇൻ ദി സെക്കൻഡ് പ്രമിസ്. സെക്കൻഡ് പ്രമിസിൽ മാത്രം വരുന്നു. ആൻഡ് ദി സബ്ജക്റ്റ് ഓഫ് ദി കൺക്ലൂഷൻ, കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആയിട്ടായിരിക്കും അത് വരുന്നത്. മിഡിൽ ടേം, എ മിഡിൽ ടേം വിച്ച് അപ്പിയേഴ്സ് ഇൻ ബോത്ത് പ്രമിസ് ബട്ട് നോട്ട് ഇൻ ദി കൺക്ലൂഷൻ. പ്രമിസിൽ രണ്ടിലും വരുന്നു, പക്ഷേ കൺക്ലൂഷനിൽ വരുന്നില്ല. ഓക്കെ, ദെൻ എ മേജർ പ്രമിസ്. മേജർ പ്രമിസ് is the premise which contains a major term.
മേജർ ടേം വരുന്ന പ്രമിസിനെയാണ് നമ്മൾ മേജർ പ്രമിസ് എന്ന് പറയുന്നത്. ദെൻ മൈനർ പ്രമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ പ്രമിസ് ഈസ് ദി പ്രമിസ് വിച്ച് കണ്ടെയ്ൻസ് മൈനർ ടേം. ഓക്കെ, സോ ഈ പറയുന്ന 5 ടേംസ് വലിയ റെലവൻസ് ഒന്നും ഒന്നുമില്ലല്ലോ. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു വിച്ച് ഓഫ് ദി ഒരു പ്രപ്പോസിഷൻ തന്നിട്ട് ഇതിനകത്ത് മൈനർ ടേം ഏതാണ്. ഓക്കെ, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഏതാണ് മൈനർ ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മേജർ ടേം ഏതാണ്, മൈനർ ടേം ഏതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഓരോന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? മേജർ ടേം ഏതാണ്? മേജർ ടേം വിച്ച് അപ്പിയേഴ്സ് ഓൺലി ഇൻ ദി ഫസ്റ്റ് പ്രമിസ്. ഓക്കെ, ഫസ്റ്റ് പ്രമിസിൽ മാത്രമുള്ളൂ. ആൻഡ് ദി പ്രെഡിക്കേറ്റ് ഓഫ് ദി കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിട്ടും ഇത് വരാം. ഓക്കെ, സി ഫസ്റ്റിൽ മാത്രമേ ഉള്ളൂ, കണ്ടോ ഹാറ്റ്സ്, സെക്കൻഡിലല്ലോ ഇല്ല. ഇതാണ് നമ്മളുടെ മേജർ ടേം. ഓക്കെ, ഇതാണ് നമ്മളുടെ മേജർ ടേം. ദെൻ മൈനർ ടേം വിച്ച് അപ്പിയേഴ്സ് ഓൺലി ഇൻ ദി സെക്കൻഡ് പ്രമിസ്. സെക്കൻഡ് പ്രമിസിൽ മാത്രം വരുന്ന ഐറ്റം ദിസ് വൺ. ഓക്കെ, ഇതാണ് നമ്മളുടെ മൈനർ ടേം ആൻഡ് ദി സബ്ജക്റ്റ് ഓഫ് ദി കൺക്ലൂഷൻ. ദെൻ മിഡിൽ ടേം. മിഡിൽ ടേം എന്ന് പറയുന്നത് രണ്ട് പ്രമിസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ which will not be there in the conclusion. That is fashionable quoting. ഇതാണ് നമ്മളുടെ മിഡിൽ ടേം. ഓക്കെ, ദെൻ മേജർ പ്രമിസ് എന്ന് പറയുന്നത് മേജർ ടേം ഇൻക്ലൂഡ് ചെയ്യുന്ന സെന്റൻസ് ആണ് മേജർ പ്രമിസ്. മൈനർ ടേം ഇൻക്ലൂഡ് ചെയ്യുന്ന സെന്റൻസ് ആണ് മൈനർ പ്രമിസ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കുക. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? മൂവിങ് ഓൺ നെക്സ്റ്റ്. സോ ആ ഒരു സ്ട്രെച്ചർ ഇമ്പോർട്ടന്റ് തന്നെയാണ്, ഒരു കാരണവശാലും അറിയാതെ പോകരുത്. സ്ട്രെച്ചർ ഒന്നും കൂടി നോക്കുക. സ്ട്രെച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്, സിഗ്നിഫിക്കൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. ദെൻ മൂഡ് ആൻഡ് ഫിഗർ ഓഫ് സിലോജിസം. സോ ദി കാറ്റഗറിക്കൽ സിലോജിസം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ്. കാറ്റഗറിക്കൽ സിലോജിസത്തിനെ നമുക്ക് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ദി കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോം categorical proposition which appears as its first premise. Okay, categorical syllogismത്തിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇതാണ്. A kind of standard form of categorical proposition which appears as its first, that is major in the premise. First premises വരുന്ന item. Okay, first premises proposition. രണ്ടാമതായിട്ട് a kind of standard form of categorical proposition which appears in the second premise. രണ്ടാമത്തേൽ വരുന്നത് and a kind of standard form of categorical proposition which appears in the conclusion. So categorical syllogismത്തിൽ ഈ പറയുന്ന 3 രീതി നമുക്ക് കാണാൻ സാധിക്കും. ചെക്ക് ഹിയർ. നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്, a kind of standard form of categorical proposition which appears in the first premise. ഫസ്റ്റ് പ്രമിസിനകത്ത് വരുന്നതാണ് ആദ്യത്തെ നമ്മളുടെ പോയിന്റ്. രണ്ടാമത്തത് മൈനർ പ്രമിസിൽ വരുന്നത്, മൂന്നാമതായിട്ട് കൺക്ലൂഷനിൽ വരുന്നത്. ഈ 3 സെന്റൻസുകൾ തന്നെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോമിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് മൂഡ്? മൂഡ് എന്ന് പറയുന്നത് സിലബസിൽ ക്ലിയർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. വെൻ ദി മേജർ പ്രമിസ്, ദി മൈനർ പ്രമിസ് and the conclusion of a categorical syllogism arranged in a series of 3 letters A, E, I or O. That means it may be A, E, I or A, E, O. അങ്ങനെയുള്ള ഏതെങ്കിലും, അതായത് ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം എടുത്തുകൊണ്ട് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, കറസ്പോണ്ടിങ് ടു type of categorical proposition is called mood of the arrangement. Let me repeat. When a major premise, minor premise or conclusion of a categorical syllogism arranged in a series of 3 letters
അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിക്കൽ പ്രപ്പോസിഷനിൽ നിന്നും എ, ഐ, ഇ ഓർ ഒ ഇത് ഉപയോഗിച്ചുകൊണ്ട് 3 ലെറ്റേഴ്സ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൂഡ് ഓഫ് ദി സിലോജിസം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന 2 പ്രമിസസ്. ഒന്ന് ഓൾ PRM. ഓൾ PRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എ ടൈപ്പ് ആണ്. ദെൻ ഓൾ SRM അഗൈൻ ഒരു എ ടൈപ്പ് ആണ്. കൺക്ലൂഷൻ സം SRP. സം SRP എന്ന് പറയുമ്പോൾ അതൊരു ഐ ടൈപ്പ് ആണ്. ഓക്കെ, ഇതും എ ആണ്, ഇതും എ ആണ്, ദെൻ ഇതൊരു ഐ ആണ്. ഓക്കെ, സോ 3 എണ്ണം എടുത്തിട്ടുണ്ടല്ലോ. ഈ 3 ടേം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മൂഡ് എന്ന് പറയുന്നത് എ ഐ ആണ്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് മൂഡ് ഓഫ് ദി ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മൂഡ് ഓഫ് ദി ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേമിന്റെ എ, യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പാർട്ടിക്കുലർ അഫർമേറ്റീവ്, പാർട്ടിക്കുലർ നെഗറ്റീവ്, ഇങ്ങനെയുള്ള ആ ടേംസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കീസ്. ആ കീ ആണ് AEIO. ഇതിന് ഏതാണോ അതിനെ കറക്റ്റ് ആയിട്ട് ചേരുന്നത് അതനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, സോ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന 2 പ്രമിസസ്. ഓൾ PRM എന്ന് പറയുന്നത് എ കാറ്റഗറിയാണ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്. അതേപോലെ രണ്ടാമത്തത് സം SRM എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് തന്നെയാണ്. അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സം SRP എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് പാർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ 3 സ്റ്റേറ്റ്മെന്റ്സിന്റെ കീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുവാണ് AAI. ദിസ് ഈസ് കോൾഡ് മൂഡ് ഓഫ് ദി ആർഗ്യുമെന്റ്. മനസ്സിലായോ? Okay, so in another example, ഒരു example കൂടി, to figure out a form of the premise, the conclusion in the following example നോക്കാം. 2 ഐറ്റംസ് വന്നിരിക്കുന്നു. ഒന്ന് no SRP. no SRP എന്ന് പറഞ്ഞാൽ അതൊരു ഇ പ്രപ്പോസിഷൻ ആണ്. ദെൻ സം SRP എന്ന് പറഞ്ഞാൽ അതൊരു ഐ പ്രപ്പോസിഷൻ ആണ്. അതിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന കൺക്ലൂഷൻ സം SR0P എന്നുള്ളത് ഓ പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? മൂഡ് എങ്ങനെയായിരിക്കും? പി അല്ലല്ലോ, എഴുതിയിട്ട് പോയാണ്, സോറി. ഓക്കെ, അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇ ഫസ്റ്റ് വൺ, ദെൻ ഐ, ദെൻ ഒ. EIO എന്ന് പറയുന്നതായിരിക്കും അതിന്റെ മൂഡ് ഓഫ് ദി ആർഗ്യുമെന്റ്. ഓക്കെ, ദെൻ മൂഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഫിഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഫിഗർ ഓഫ് എ കാറ്റഗറിക്കൽ സിലോജിസം ഈസ് എ നമ്പർ വിച്ച് കറസ്പോണ്ട്സ് ടു ദി പ്ലേസ്മെന്റ് ഓഫ് 2 മിഡിൽ ടേംസ്. അതായത് നമ്പർ വിച്ച് ഡിനോട്ട്സ് പ്ലേസ്മെന്റ് ഓഫ് 2 മിഡിൽ ടേംസ്. മിഡിൽ ടേംസിന്റെ പ്ലേസ്മെന്റ് ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ആണ് ആക്ച്വലി ഫിഗർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസിഡർ ദി ഫോളോയിങ് ആർഗ്യുമെന്റ്സ്. നമുക്കിവിടെ തന്നിരിക്കുന്ന പ്രപ്പോസിഷൻസ് നോക്കാം. ഒന്ന്, ഓൾ മാമൽസ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഹാവ് ഹെയർസ്. ഹെയർ ഉള്ള ക്രിയേച്ചർ ആണ് മാമൽസ്. ദെൻ അതിൽ നിന്ന് രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഓൾ ഡോഗ്സ് ആർ മാമൽസ്. ഡോഗ്സ് എല്ലാം മാമൽസ് ആണ്. ദെൻ therefore all dogs are creatures that have hair. ഓക്കെ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ് കിട്ടി. 3 പ്രപ്പോസിഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ 3 പ്രപ്പോസിഷൻസിൽ നിന്നും നോട്ടീസ് ദാറ്റ് ദി മിഡിൽ ടേം ഈസ് ദി മേജർ പ്രമിസ്. ഓക്കെ, ഈസ് ഓൺ ദി ലെഫ്റ്റ്. മേജർ പ്രമിസിന്റെ മിഡിൽ ടേം അത് ലെഫ്റ്റിലാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. വൈൽ ദി മിഡിൽ ടേം ഓഫ് ദി മൈനർ പ്രമിസ് ഈസ് ഓൺ ദി റൈറ്റ്. Whenever this happens, we say the argument has figure 1. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ പ്രമിസ് ഏതാ? ഫസ്റ്റ് വൺ, റൈറ്റ്? മേജർ ടേം പ്രമിസിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 2ലും റിപ്പീറ്റ് ചെയ്യുന്ന ടേം ആണ്. അത് ഫസ്റ്റ് വൺ all mammals, that is on the left. Second one, mammals are on the right. ഇത്തരത്തിലുള്ള ഒരു ഫിഗർ വരുവാണെങ്കിൽ ലെഫ്റ്റിലും ദെൻ റൈറ്റിലും വരുവാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഫിഗർ 1 ടൈപ്പ് എന്ന് പറയും. ഓക്കെ, ദെൻ ഫിഗർ 1ൽ നമ്മൾ ഓർക്കേണ്ടത് when the middle term is on the left in P1 and on the right on P2. Then
When the middle term is on the right in both the premises, it is called figure 2. രണ്ടിലും റൈറ്റിലായിരുന്നെങ്കിൽ, അതായത് മാമൽസ് എന്ന് പറയുന്നത് ഇവിടെയാണ് വന്നിരുന്നതെങ്കിൽ, രണ്ടിലും എൻഡിലാണ് വരുന്നതെങ്കിൽ, അതിന്റെ അർത്ഥം ഫിഗർ 2 എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഫിഗർ 3 എന്ന് പറയുന്നത് when the middle term is on the left in both the premises, രണ്ട് പ്രമിസിലും ലെഫ്റ്റിലായിരുന്നെങ്കിൽ ഫിഗർ 3. ഫിഗർ 4 എന്ന് പറയുന്നത് when the middle term is on the right in P1 and left in P2. മിഡിൽ ടേം റൈറ്റിലും പിന്നീട് ലെഫ്റ്റിലുമാണെങ്കിൽ അതിനെ ഫിഗർ 4 എന്ന് പറയുന്നു. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ടേംസ് ആണ്. ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്ന് ഓർക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സിലബസ് ചെക്ക് ചെയ്യണം, സിലബസ് നോക്കി തന്നെ പഠിക്കുക. സിലബസിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, സംതിങ് ടു റിമെമ്പർ, ദർ ആർ 64 ഡിഫറെന്റ് മൂഡ്സ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഈ പറയുന്ന 4 ലെറ്റേഴ്സിൽ നിന്നും 64 മൂഡ് കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ദെൻ ഈച്ച് ഓഫ് ദി മൂഡ് ഹാസ് 4 ഡിഫറെന്റ് ഫിഗേഴ്സ്. ഓരോ മൂഡിനും 4 ഡിഫറെന്റ് ഫിഗേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന 4 ഫിഗർ, ഈ 4 ഫിഗേഴ്സ് നമുക്ക് എല്ലാ മൂഡിനും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. Then thus there are 64 into 4 different kinds of standard form of categorical syllogism. Categorical syllogismത്തെ 256 ടൈപ്പിൽ ഒരു സിമിലർ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് 256 ടൈപ്പിൽ നമുക്ക് കാറ്റഗറിക്കൽ സിലോജിസം എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മൂഡ്സ് എന്ന് പറയുന്നത് നമ്മൾ 64 ഡിഫറെന്റ് മൂഡ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ 4 ഡിഫറെന്റ് ഫിഗേഴ്സ് ഓരോ മൂഡിനും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് 64 into 4, അതാണ് മാക്സിമം നമ്പർ. കാറ്റഗറിക്കൽ സിലോജിസത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഡിഫറെന്റ് കൈൻഡ്സ് എന്ന് പറയുന്നത് 256 കൈൻഡ് ആണ്. ഓക്കെ, വാലിഡ് ആർഗ്യുമെന്റ് ഫോംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. Now it's about Indian logic, right? So that's all. അത്രയും ഏരിയാസ് ആണ്. കാനോട്ടേഷൻസ് ഒന്നും നമ്മളോട് ചോദിക്കാറില്ല. അതുകൊണ്ട് ഇത്രയും ഏരിയാസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളുടെ ലോജിക്കൽ റീസണിങ്ങിനകത്തുള്ള സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, അത് ഞാൻ ഷെയർ ചെയ്യാം. ദെൻ മൂന്നാമതായിട്ട് നമുക്കുള്ളത് ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്ക് അപ്ഡേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇന്ത്യൻ ലോജിക്ക് വന്നതോടുകൂടിയാണ് ആളുകൾ പറയുന്നത് സിലബസിൽ ഒരുപാട് ചേഞ്ചസ് വന്നത്. ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സിലബസിലല്ല, എക്സാമിനേഷൻ പാറ്റേണിലാണ് കുറച്ച് ചേഞ്ച് വന്നിട്ടുള്ളത്. സിലബസ് എന്ന് പറയുന്നത് മൈനർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ഒരു 20 to 25% മാക്സിമം. 75% പഴയ കണ്ടന്റ് തന്നെയാണ്. 20 മുതൽ 25% വരെ മാത്രമേ കണ്ടന്റ് വൈസ് ചേഞ്ചസ് വന്നിട്ടുള്ളൂ. ആ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരെണ്ണം ഇന്ത്യൻ ലോജിക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ദെൻ നേരത്തെ ചോദിച്ചിരുന്ന രീതിയിലല്ല ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതാണ് മേജർ ഡിഫറൻസ്. ഓക്കെ, എനി ഡൗട്ട്സ്? ദെൻ കണ്ടീഷണാലിറ്റി പോലുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് അതിനകത്ത് കിടപ്പുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയേക്കുക. ബിക്കോസ് നമ്മുടെ സിലബസ് പ്രകാരം അത്രയും സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എനി അതർ ഡൗട്ട്? മൂഡ് ഒന്നുകൂടി പറഞ്ഞു തരണം. ഓക്കെ, മൂഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഡിഫറെന്റ് പ്രപ്പോസിഷൻസ് ഉണ്ടല്ലോ. ഒന്നാമത്തത് യൂണിവേഴ്സലി അഫർമേറ്റീവ്, ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് എ എന്ന് നമ്മൾ എഴുതും. ദെൻ യൂണിവേഴ്സലി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇ എന്ന് എഴുതും. ദെൻ പർട്ടിക്കുലർലി അഫർമേറ്റീവ് ആണെങ്കിൽ ഐ എന്ന് എഴുതും. ദെൻ പർട്ടിക്കുലർലി നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ ഒ എന്ന് എഴുതും. ഈ 4 കോമ്പിനേഷനാണ് എല്ലാ പ്രപ്പോസിഷൻസിലും നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നത്. സോ നമുക്ക് തരുന്ന ഒരു ആർഗ്യുമെന്റ് എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ എക്സാമ്പിളിനകത്ത് പറയുന്നത് പ്രെമിസസ്, 2 പ്രെമിസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രെമിസ് ഓൾ PRM, രണ്ടാമതായിട്ട് ഓൾ SRM. ഓക്കെ, സോ ഓൾ PRM എന്ന് പറയുന്നത് ഏത് ടൈപ്പാ? ഇതൊരു എ ടൈപ്പാണ്, അഫർമേറ്റീവ് ആണ്. ഓൾ എല്ലാം എന്നുള്ള രീതി പറയുമ്പോൾ അത് അഫർമേറ്റീവ് ആണ്, യൂണിവേഴ്സലി അഫർമേറ്റീവ്. അതേപോലെ തന്നെയാണ് ഓൾ SRM എന്ന് പറഞ്ഞാൽ അതും അഫർമേറ്റീവ് ആണ്. ദെൻ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന കൺക്ലൂഷൻ സം SRP,
സം SRP എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പർട്ടിക്കുലർലി അഫർമേറ്റീവ്. സോ നമ്മൾ എഴുതുമ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഈ 3 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ ടേംസ് ഉപയോഗിച്ചുകൊണ്ട്, ലൈക്ക് നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തത് എന്താ, ഫസ്റ്റ് വൺ എ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, രണ്ടാമത്തത് എ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, മൂന്നാമത്തത് കൺക്ലൂഷന്റെ ഐ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇങ്ങനെ 3 ആൽഫബറ്റ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഷോർട്ടൺ ചെയ്ത് എഴുതുന്നതിനെയാണ് മൂഡ് ഓഫ് ദി ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് മൂഡ് ഓഫ് ദി ആർഗ്യുമെന്റ്. ക്ലിയർ ആണോ? Okay, that's all for the day. Thank you very much.